വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ADGP വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ CPI. ADGP അജിത് കുമാറിന് സർക്കാരിന്റെ സംരക്ഷണത്തിൽ പ്രതിഷേധം മുന്നണിയെ അറിയിക്കാനാണ് CPIയുടെ തീരുമാനം. നാളത്തെ മുന്നണി യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. പൂരം അട്ടിമറിയിൽ അന്വേഷണം ആവശ്യപ്പെടും. അതേസമയം വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉടനുണ്ടാകും. ഇന്നോ നാളെയോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ തന്നെയാണ് സാധ്യത. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, CPIയുടെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ആദ്യമല്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, CPM-നെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷെ അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല. ദിവസങ്ങൾ ഇത്രയായി, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്താണ് CPIയുടെ സമ്മർദ്ദതന്ത്രം? രഞ്ജിത്ത്, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്ത സർക്കാർ നടപടി, മുഖ്യമന്ത്രി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മുന്നണിക്കുള്ളിൽ വലിയ അതിർത്തിയാണ് അതിലുള്ളത്. മുന്നണിക്കുള്ളെന്ന് പറയുമ്പോൾ CPM-ൽ പോലും വലിയ അതിർത്തിയുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി പോലും കഴിഞ്ഞ ദിവസം അത് പരോക്ഷമായി എന്ന് പറയാൻ കഴിയാത്ത വിധം പ്രത്യക്ഷമായി തന്നെ ആ കാര്യം സൂചിപ്പിച്ചു. എനിക്ക് അതിർത്തി ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ എന്ന ഒരു ചോദ്യം സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ചോദിക്കേണ്ടി വന്നു. ഇപ്പോൾ CPI ഇക്കാര്യങ്ങൾ, CPIക്ക് ഇതിൽ കുറച്ചുകൂടി അവർ വൈകാരികമായി എടുക്കുന്ന വിഷയമാണെന്ന്. കാരണം തൃശ്ശൂരിൽ തോൽക്കാൻ കാരണം CPIയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാൾ, അത് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികളെ തോൽക്കാൻ കാരണം പൂരം അട്ടിമറിയാണെന്ന് CPI നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ആ അട്ടിമറിക്ക് കാരണക്കാരൻ ADGP അജിത് കുമാർ ആണെന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. അതുകൊണ്ടാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അജിത് കുമാറിനെ അതുവരെയെങ്കിലും ഈ പ്രധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI ആവശ്യപ്പെടുന്നത്. നാളെ ഇടതുമുന്നണിയുടെ യോഗമാണ്. യോഗം പുതിയ കൺവീനർ വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ്. ആ യോഗത്തിൽ CPI ഇക്കാര്യം അറിയിക്കും. അതിൽ അതൃപ്തിയും അമർഷവും അറിയിക്കും. എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് അജിത് കുമാർ ഇത്രയധികം സംരക്ഷണം സർക്കാരും മുഖ്യമന്ത്രി നൽകുന്നു എന്ന ചോദ്യമാകും CPI ഉയർത്തുക. പൂരം അട്ടിമറിയിൽ ഒരു മുന്നണിതല അന്വേഷണം എന്നൊരു ആവശ്യം നേരത്തെ CPI മുന്നോട്ട് വച്ചിരുന്നു. അതിനോടും അനുകൂലമായല്ല CPM പ്രതികരിച്ചത്. പൂരം അട്ടിമറി സംബന്ധിച്ച് പോലീസ് നേരത്തെ അന്വേഷിച്ചതാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അത് ആരെ സംരക്ഷിക്കാമെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPI മാത്രമല്ല ഇതിൽ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യമായി രംഗത്തുള്ളത്. ഇന്നലെ RJD, മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷി RJD-യുടെ നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടു. ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം അവരും ഉന്നയിച്ചിട്ടുണ്ട്. CPM-ൽ ആവശ്യം ശക്തമാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നാളത്തെ മുന്നണി യോഗം വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത്. മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ടും അജിത് കുമാറിന്റെ RSS ബന്ധം ആരോപണം ഉയർന്നു വന്നു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ശക്തമായ വിമർശനം പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിയിട്ടും ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി വൈകാതെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ അറിയാൻ കഴിയുന്നു. മാത്രമല്ല, ഇന്ന് ചില പൊതുപരിപാടികളിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അത് ഒന്ന് രാവിലെ PSC എംപ്ലോയീസിന്റെ സംസ്ഥാന സമ്മേളനമാണ്. AKG ഹാളിൽ 10 മണിക്ക് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. അത് കോവളത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഒരുമിച്ച് പങ്കെടുക്കുന്നു. അവിടെ സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആ വേദി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി, മുഖ്യമന്ത്രിയുടെ മറുപടി അവിടെ ഉണ്ടാകും. പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് ചേർന്നല്ല പോകുന്നത്. ഇത്രയും നാൾ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട എന്നൊരു അഭിപ്രായം പാർട്ടി സെക്രട്ടറിക്കുണ്ട്, പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇന്ന് പ്രതികരണം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അജിത് കുമാറിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ സമ്മർദ്ദമാണ് ഇടതുമുന്നണിക്കുള്ളിൽ രൂപപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇപ്പോഴും എന്തുകൊണ്ട് സംരക്ഷണം നിർത്തുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നു. അതാണല്ലോ അരുൺ പ്രധാനം. കാരണം ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ നമ്മൾ ഈ അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, ചില പ്രധാന വിഷയങ്ങളിലെ പങ്കാളിത്തമൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ. പക്ഷെ അപ്പോഴും RSS കൂടിക്കാഴ്ച എന്നുള്ളത് CPM-ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുതന്നെ പാർട്ടി സെക്രട്ടറി തന്നെ CPM-നെ അല്ലെങ്കിൽ പാർട്ടിയെ കൂട്ടിക്കെട്ടണ്ട എന്ന നിലപാടെടുത്ത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഷംസീറിന്റെ വാക്കുകളും ശ്രദ്ധേയമായി. കാരണം RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, അതിലെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ആശയക്കുഴപ്പം ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട നിലയിലാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി യാതൊരു സ്വരവും ഉയരുന്നില്ല ഈ വിഷയത്തിൽ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, സമീപകാല CPM രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെതിരെ വാർത്തകൾ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നപ്പോഴും അതിനുശേഷം
ഈ 2 ടൈമിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ CPM നേതൃത്വം ഒന്നാകെ മന്ത്രിസഭ വന്ന ശേഷമാണെങ്കിൽ മന്ത്രിമാർ ഒന്നടങ്കം അദ്ദേഹത്തിന് രക്ഷാകവചവുമായി സംരക്ഷണ കവചവുമായി രംഗത്തിറങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ അതിനൊരു മാറ്റം വന്നത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരായ എക്സാലോജിക് ആരോപണം നിരന്തരം വന്നപ്പോൾ മാത്രമാണ് CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു പിൻവാങ്ങൽ, ആ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങലുണ്ട്. അപ്പോഴും പാർട്ടി സെക്രട്ടറി അടക്കമുള്ള അദ്ദേഹത്തെ പിന്താങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല കാണുന്നത്. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് ഒരു ഭരണപക്ഷ MLA നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു സംരക്ഷണ കവചവും ഒരിടത്തുനിന്നും ഉണ്ടാകുന്നില്ല. അവിടെ അല്പമെങ്കിലും അത് ഒരു സംരക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം ശ്രമമെങ്കിലും ഉണ്ടായതിനെ സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാഗത്തു നിന്നാണ്. ഒരുപക്ഷെ CPM കേന്ദ്രങ്ങളെ ആ രീതിയിൽ അങ്ങനെ ഞെട്ടിച്ചതുമാണ്. കാരണം എൻ ഷംസീർ സ്വാഭാവികമായും മുഖ്യമന്ത്രി അനുകൂലം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആ ഒരു CPM-ലെ ശാക്തിക ചേരിക്ക് ഒപ്പമുള്ള ആളല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള ഷംസീർ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് CPM കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ വൈകാതെ ഷംസീർ ആ പ്രസ്താവന തിരുത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി സാധാരണ വരാറുള്ള മന്ത്രിമാരോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ ആരും ഇതുവരെയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അത്തരം ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയുന്നില്ല. അൻവറിനെ തള്ളിപ്പറയാൻ തയ്യാറായത് പ്രാദേശികമായ ചില നേതാക്കൾ മാത്രമാണെന്ന് ഓർക്കണം. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അൻവർ ഈ രീതിയിൽ ഈ വിഷയം ഉന്നയിച്ചത് ശരിയായില്ല എന്നൊരു വിമർശനം മാത്രമാണ് ഉന്നയിച്ചത്. അതായത് അൻവർ പ്രശ്നം പറഞ്ഞ രീതി ശരിയായില്ല എന്നൊരു അഭിപ്രായം മാത്രമാണ് CPM-ന്റെ നേതൃയോഗങ്ങളിൽ പോലും ഉയർന്നത്. അൻവറിനെ ആ രീതിയിൽ ചോദ്യം ചെയ്യാനോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ MR അജിത് കുമാർ സ്വാഭാവിക മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുമ്പോൾ അവിടെ MR അജിത് കുമാർ അനുകൂല നിലപാടെടുക്കാനോ CPM-ൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായില്ല എന്നത് വളരെ കൗതുകകരമായ, വളരെ ശ്രദ്ധേയമായ CPM-നുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായും ഏതായാലും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിനപ്പുറം. അതിനുശേഷം RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരം പ്രതിപക്ഷ നേതാവ് പങ്കുവെക്കുന്നു. ഏറ്റവും ഒടുവിൽ CPI-യുടെ ഇടപെടൽ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്കിതിനോട് ചേർത്ത് വെക്കാൻ.